ഹലോ ഗൈസ്, ഇതിപ്പം ഞാൻ ഇവിടെ വൃത്തിയാക്കാൻ പോവാം. നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കെട്ടാം. എനിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജിയും കൂടാണ് കേട്ടോ. അപ്പം ഡസ്റ്റ് അടിച്ചാൽ ഞാൻ നന്നായിട്ട് തുമ്മും. അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്നു ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ല കാണിച്ചു തരാം ഞാൻ. ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ബൊക്കെയൊക്കെ. പക്ഷേ ഈ ഒരു ഫ്ലവറൊക്കെ ഞാൻ പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ നടന്നില്ല ഒന്നും. പക്ഷെ ഇത് കൊടുക്കണം. പക്ഷെ ഇത് കുഴപ്പമില്ല കണ്ടോ, ഡാമേജ് ഇങ്ങനെ തന്നെ ഇരിക്കും, കരിഞ്ഞു പോയി. എന്നാലും നമ്മളിത് കളയത്തില്ല. ഞാൻ ഇതൊക്കെ ദാണ്ടെ ഈ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ക്ലീനാക്കി അകത്തോട്ട് തട്ടാനും തോർത്ത് വെച്ച് കെട്ടി. ഇതാകുമ്പോൾ എൻ്റെ കണ്ണ് മാത്രം കാണാമല്ലോ. ഞാൻ ഈ ബൊക്കേന്ന് കണ്ട് ഇതൊക്കെ ഇങ്ങെടുത്ത് ഇതൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ ഇന്നത് കുത്തി വെക്കും. രണ്ടെണ്ണമുണ്ട് ബൊക്ക. ഈ വേണ്ടാത്ത ഫ്ലവറൊക്കെ ഞാൻ കളയുക. ശരി, ഇത് കൂളത്തിൻ്റെ മാലയാണ്. ഇത്ര 1 2 3 4 5 6 ബൗളുണ്ട്. മറ്റേ ഫ്ലവർ ഇത് അലമാരിയുടെ മണ്ടയിടുന്നു ഗൈസ്. ഇതാണ് എൻ്റെ കല്യാണ സാരി. ഇത് കാഞ്ചീപുരമാണ് കേട്ടോ. ഇതൊന്നും എടുത്ത് പാവാട ഞാൻ കഴുകി വെച്ചേക്കുന്നത്. ഇത് ഞാൻ അന്ന് എടുത്ത കർച്ചീഫാണിത്. അന്ന് ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്ത കർച്ചീഫ്. പിന്നെ ഇത് ഞാൻ RK6 26,000 രൂപ കൊടുത്ത് മേടിച്ച സാരിയാണ്. പ്യുവർ കല്യാണ കാഞ്ചീപുരം 6 എന്നാണ് പറഞ്ഞത്. കാഞ്ചീപുരമാണെന്ന് പറഞ്ഞത്. പിന്നെ ഇത് ചേട്ടാ എടുക്കുന്ന സാരിയാണ് കേട്ടോ. നല്ല കളറല്ലേ. ഇതാണ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കടയിൽ പോകുന്നത് ഒരു വലിയ ബോക്സ് ഉണ്ട്. നമുക്കില്ല ഷർട്ടിൻ്റെ ബോക്സ് ആണ്. തേച്ച് മുടക്കി എടുത്ത് വെക്കണം. ഇതിനകത്ത് വേറെ ഒന്നും നോക്കട്ടെ. മാത്രമേ അകത്തൊന്നും പുളി വെക്കണം. ഓക്കെ, കുറച്ച്
ഇത് എന്ത് മറ്റേ നീലാംബരി ഇലയില്ലേ, അതാ മറ്റേ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മീൻസ് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇതേപോലെ ഉണക്കി വെച്ചിരുന്നാൽ മതി. ഇതേപോലെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തതാണ്. മറ്റേ ചെമ്പരത്തി ഇലയില്ലേ, ചെമ്പരത്തി പൂവ്, അതാ കണ്ടോ. ഇതെല്ലാം ഉണക്കി വെച്ചിട്ട് ഞാൻ മീൻസ് എണ്ണ കാച്ചും. പിന്നെ ഇത് മറ്റേ നഖമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ലേ, അത് ഇത് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വെച്ച് അവിടെ വർക്ക് ചെയ്തൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഇത് ഞങ്ങളുടെ കല്യാണത്തിന് പ്രസൻറ്റേഷൻ കിട്ടിയതാണ്, ബൈബിള്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ ബൈബിള്? ഇതൊക്കെ അതേപോലെ വേറൊരു ബൈബിള്, ഇതെനിക്കും കുഞ്ഞാപ്പിക്കും കൂടെ കിട്ടിയതാണ് ഈ ബൈബിള്, സത്യവേദ പുസ്തകം. ഞാൻ ഓൾറെഡി എനിക്ക് ഒരു ബൈബിളുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു ബൈബിള് അതേപോലെ തന്നെ ഇതല്ലാത്ത ഇതിനകത്തോട്ടിട്ട് വെക്കാം അല്ലേ, കവറിനകത്തിട്ട് വെക്കാം. ഇത് വേറൊരു പ്രശ്നം, ഇത് വേറൊരു പ്രസൻറ്റേഷൻ കാണിച്ചു. കല്യാണത്തിനാണെങ്കിൽ കല്യാണത്തിന് പ്രസൻറ്റേഷൻ കിട്ടിയത് ഇതേപോലെയുള്ള കുറേ പിക്കാണ്. പിന്നെ കുറേ ഈ ഗ്യാസ് സ്റ്റോള്, പിന്നെ കുറേ ഗ്ലാസ് ബോട്ടിൽസ്, ഇതൊക്കെ, പിന്നെ ക്ലോക്ക്, ഇതൊക്കെ കിട്ടിയ. ഇത് നമുക്ക് എവിടെയെങ്കിലും ആണി അടിച്ച് വെക്കാവുന്നത്. ഇതാണ്ട കണ്ടില്ലേ, കൊള്ളാമല്ലേ. ഇതിനകത്തായിരുന്നു, ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. കണ്ടോ, ഇത്രയാണ് ഞാനിപ്പോൾ വൃത്തിയാക്കുന്നത്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ മുറി. എല്ലാ ലഘുലമായിട്ട് കിടക്കുവാണ്. ഇതിന് മണ്ടയിലോട്ട് കയറ്റണം ഇനി സംഭവങ്ങൾ. അവിടെ ഒന്ന് തുടയ്ക്കണം. പിന്നെ ഇവിടെ കുറേ ഇതുണ്ടായിരുന്നു, മറ്റേ തോരണങ്ങളില്ലേ, ഇത് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല, എന്നാലും ഞാൻ പകുതിയൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നാണ്ടായിരുന്നു മാറാല അടിച്ച് കണ്ടോ, ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇതിൻ്റെ മണ്ടയിലോട്ട് കിട്ടും. ഓക്കെ, ഇവിടൊക്കെ വൃത്തിയാക്കണം. കണ്ടോ, ഇവിടെയും കുറച്ച് ഇതേപോലുള്ള ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടില്ല. ഇത് ഇങ്ങനെ വെച്ചേക്കാം. ഇതാണ് എൻ്റെ ബ്യൂട്ടി ഒരുങ്ങുന്ന കുറേ സംഭവങ്ങൾ.
മേക്കപ്പ് ബോക്സ്, ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഇത് കണ്ടോ, ഇത് ഇച്ചിരി കൂടെ ലെങ്ത് വേണം, എന്നാൽ ഇത് നമുക്ക് കാലിലും കയ്യിലും എടുക്കണം. ഇത് ഒന്ന് കയ്യിലും ഇത് രണ്ട് കാലിന് എന്താ കാൽപ്പാദത്തിനും അതുപോലെ തന്നെ എന്താ ഒരു ആംഗിൾ കിട്ടുന്നതാണ്. ഇത് വിട്ടിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യണം. നല്ലതാണ്, എഫക്റ്റീവാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നത് മാത്രം ചെയ്യും. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യത്തില്ല അല്ലേ, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു വ്യക്തി. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകി ഇടണം.
നമുക്കിനി നാരങ്ങ വെള്ളം കുടിക്കാം. എനിക്കിനി നല്ല ദാഹം. പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാം. നാരങ്ങ വെള്ളം കുടിക്കാൻ കഴിച്ചു കേട്ടോ. അത് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ 2-3 നാരങ്ങ ഇരിക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. ഭയങ്കര ദാഹം, നല്ല വെയിലാണ്. കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ ഈ നാരങ്ങ എല്ലാം ചീഞ്ഞു പോയി. കണ്ടോ, പന്നലായിപ്പോയി. ഈ നാരങ്ങ എന്താ ഇത് നമ്മൾ വാഷ് ബേസിന് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് നാരങ്ങ ഇട്ടിട്ടാലുണ്ടല്ലോ, കുറച്ച് നേരം എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് വാഷ് ബേസിൻ്റെ ആ ഒരു ഡർട്ടി സ്മെല്ലുണ്ടല്ലോ, അത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. നല്ല നീരുണ്ട് കേട്ടോ നാരങ്ങയ്ക്ക്. ഈ ചൂട് സമയത്ത് നല്ല നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്താ തണ്ണിമത്തൻ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, എന്താ മിൻറ്റിൻ്റെ ലീവ്സ് ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താൽ നല്ലതാണ്. ഇത്രയും നീരുണ്ട്. നാരങ്ങ ഉണ്ടാക്കാം. നല്ല തണുത്ത വെള്ളം. ആവശ്യത്തിന് വെള്ളം എടുക്കാം കേട്ടോ. വെള്ളം ആയത് അപ്പം തുടച്ച് നോക്കിയില്ലെങ്കിലുണ്ടല്ലോ എനിക്ക് ഫീലിംഗ് കിട്ടില്ല. ഒരു ചെറിയ ഇഞ്ചി ചെറുതെടുത്താൽ മതി. ഞാൻ കുറച്ചെടുക്കുന്നു, ചുമ്മാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. പഞ്ചസാര ഇവിടെ ഞങ്ങൾ കുറച്ച് ഉപ്പിടും കേട്ടോ. പക്ഷേ ഞാനധികം ഉപ്പ് വേണ്ടവർക്കിടാം. അതാകുമ്പോൾ ഉപ്പും എന്താ മധുരവും കൂടെ ബാലൻസ്ഡ് ആവും. മധുരം ബാലൻസ് ആവും. അതാ ഉപ്പും കൂടെ ചേർക്കുന്നത്. നാരങ്ങ ഉണ്ടാക്കാനേ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല ദാഹം. തണ്ണിമത്തൻ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിക്കരുത്, പക്ഷെ തണ്ണിമത്തനില്ല. മധുരം ഞാൻ കുറച്ചതാണ്, കാരണം വെയിറ്റ് കൂടുന്നു മധുരം കൂട്ടുമ്പോഴേ. അതുകൊണ്ട് മധുരം കുറച്ചതാണ്. പക്ഷേ മധുരം ഞാൻ കുറച്ച് കുഞ്ഞു കാണാതെ കട്ട് യൂസ് ചെയ്യും ഗൈസ്. കുഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ്, ചേട്ടായി. ഇവിടെ വീണു. നല്ല വെയിലുണ്ട് പുറത്തേ. ഞാൻ ഇന്ന് വിചാരിച്ചതാ പുറത്തൊക്കെ ഒന്ന് പോച്ചയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നൊക്കെ. എവിടുന്ന് നടക്കാൻ. പക്ഷെ വെയിലില്ലെങ്കിൽ കുഴപ്പമില്ല. രാവിലെ നല്ല വെയിലായിരിക്കും കേട്ടോ ഇവിടെ. പിന്നെ വൈകിട്ടാകുമ്പോഴായിരിക്കും മഴ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത് പിന്നെ വേണ്ടതല്ലേ വെള്ളം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കുടിക്കാം. വെള്ളം നിറച്ചേ. ഇവിടെല്ലാം ഞാൻ തുടച്ച് പിന്നെ ഇനി കുറച്ച് ജോലി കൊണ്ട് കാണിച്ചു. അതും കൂടെ കഴിഞ്ഞാൽ ഫ്രീ ആവും.
സോഡയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. സോഡ നാരങ്ങളും കുടിക്കാൻ. സോഡയിലല്ല, കടയിലല്ല. ഇനി നമുക്ക് പുറത്ത് പോയിരുന്ന് കുടിക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് വെള്ളം കുടിക്കാം. എൻ്റെ അമ്മേ, നല്ല ആശ്വാസം. ഇതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടെ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ മുകളിലോട്ടേ നല്ല പോച്ചുണ്ട്, അതുപോലെ താഴെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നോക്കിയതാണ്. വിശക്കുന്നുണ്ട്, ചോറെടുത്തിട്ട് വന്നാലോ കഴിക്കാനേ. വിയർത്ത് നല്ല ചൂടാ. ചോറെടുത്തിട്ട് വന്നു. എന്ത് കറിയെന്ന് അറിയണ്ടേ? ഇത് മീൻ വറുത്തത്, പിന്നെ ഇത് ക്യാബേജ് തോരൻ, ഇത് മാങ്ങ പുളിശ്ശേരി. പഴുത്ത മാങ്ങ കേട്ടോ, പിന്നെ ചൂടുവെള്ളം. ഞാൻ ഡയറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സ്വയം ശ്രമിക്കുമല്ലോ. ജിമ്മിന് പോയതാണ്, പക്ഷേ ജിമ്മിന് പോയപ്പം 2 വട്ടം ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് പോയി ജിമ്മായിട്ടോ. മോർണിംഗത്തെ വാമപ്പും ഇതൊക്കെ കഴിഞ്ഞു, പക്ഷേ പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് ഇനി എനിക്ക് പോകാനായിട്ടൊരു മടി. അങ്ങോട്ടേ ഇടണം, കുറച്ചെടുത്ത് കളയാലേ ഇടല്ലേ. ആ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ്, പഴുത്ത മാങ്ങയുണ്ടേ, സൂപ്പർ. പഴുത്ത മാങ്ങയുടെ നല്ല രുചിയാണ്. എനിക്ക് മീനാണെങ്കിൽ കുറച്ച് ഡീപ്പ് ഫ്രൈ വേണ്ട, കുറച്ച് ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ കുഞ്ഞിനാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. അതാണ് ഈ മീൻ ഇത്ര സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും കഴിക്കത്തില്ല. ഞാൻ പക്ഷേ ഫുഡ് കഴിയുമ്പോൾ എൻജോയ് ചെയ്താൽ കഴിക്കണം. പക്ഷേ കുഞ്ഞൊന്നും പെട്ടെന്ന് കഴിച്ചിട്ട് എനിക്ക് എൻജോയ് ചെയ്തില്ല. ഈ പഴുത്ത മാങ്ങയുടെ കുറച്ച് ഇതിനെടുത്തിട്ട് കണ്ടോ, ഇതിനകത്തോട്ട് ആക്കിയിട്ട് കുറച്ച് ഒരു മീനിൻ്റെ പകുതി എടുത്ത് ഇതിനകത്ത് വെച്ച് കുറച്ച് ക്യാബേജ് തോരൻ കൂടെ വെച്ചിട്ട്
നമുക്ക് ഡൈജഷൻ നടക്കാൻ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. പക്ഷെ കറിയുടെ രുചി കാരണം ഞാൻ സ്പീഡ് കഴിച്ചു. മാങ്ങ പണ്ടൊക്കെ ഈ കല്യാണ പാർട്ടിയിൽ പോയാലും അതുപോലെ നമ്മൾ ഹോട്ടലിലൊക്കെ ഇപ്പോൾ ഫുഡ് കഴിച്ചാലേ ഇറച്ചിയുടെ കാലുണ്ടല്ലോ, എല്ല്, അത് ഞാൻ കഴിക്കത്തില്ല. പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നു കഴിക്കാൻ. ഞാൻ ആരെങ്കിലുമൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നു, ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ച മോശമാവത്തില്ലെന്ന് വിചാരിച്ച് ഞാനത് കഴിക്കത്തില്ല. പക്ഷേ കുറച്ച് അറിവ് മീൻസ് കുറച്ച് വളർന്ന് ഒരു ഇതൊക്കെ ആയപ്പോഴത്തേന് ഇപ്പം ഞാൻ ആരെയും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അവരെന്തുവേണേലും വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ആരെയും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. എന്തോ ഇത് കഴിച്ചപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി. നമ്മുടെ ഇഷ്ടമല്ല നമ്മളെങ്ങനെ കഴിക്കേണ്ടതെന്ന്, മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരു ഒഴിച്ച് കറിയോ, പിന്നെ ഒരു തോരനോ, പിന്നെ ഒരു മീൻ വറുത്തതോ, അല്ലെങ്കിൽ ഒരു മുട്ട വെച്ചതോ ഉണ്ടെങ്കിൽ ഓക്കെ. നോൺ വെജ് ഇല്ലാതെ പറ്റത്തില്ല. മുട്ട ഇങ്ങനെ വേണം. ഉണക്കമീൻ ഞാൻ കഴിക്കത്തില്ല കേട്ടോ, അധികം കഴിക്കത്തില്ല. പക്ഷേ ഉണക്കമീൻ ഉണ്ടാക്കുന്ന കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞാനങ്ങനെ ഉണക്കമീനുണ്ടായി അഡിക്റ്റ് അല്ല. മീനും അതൊക്കെ തന്നെയാണ്, എന്നാലും ഉണക്കമീൻ ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഫിനിഷ് ഉണ്ടോ, ഒരു ചോറ് വരില്ല, ഇത് കഴിക്കാൻ പറ്റത്തില്ല. ഒരു ചോറ് പോലും ഇല്ലാതെ നമ്മൾ ഫുഡ് കഴിക്കണം. വേസ്റ്റ് ചെയ്യരുത് ഫുഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആവശ്യത്തിന് മാത്രം എടുക്കണം. വാരിക്കോരി എടുത്ത് കളയരുത്. ഇത്തിരി ഒരു ചോറില്ലാത്ത എത്രയോ പേരുണ്ടായിരിക്കും. നമ്മളൊക്കെ ചോറ് കൊണ്ട് കളയുന്നു. നാരങ്ങ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ എപ്പോഴും അത് മധുരമല്ലേ, അപ്പം ഞാൻ നാരങ്ങ വെള്ളം മാറ്റി ചൂടുവെള്ളത്തിലോട്ട് മാറി. അയ്യോ, ഈ വെള്ളം കട്ടൊക്കെ ഇറങ്ങുമ്പോഴേ എന്തോ കല്ലിങ്ങനെ താഴോട്ട് പോകുന്നത് കേട്ടോ. അയ്യോ, ഞാൻ ഫുഡ് കഴിച്ചാലുണ്ടല്ലോ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ആലോചിച്ച് കൂട്ടി ഇതിനകത്ത് എന്തെങ്കിലും ചോറ് മണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ട് ഉടച്ചിരിക്കും. പണ്ട് എനിക്ക് ഇത്രയൊന്നും വണ്ണമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴേ എനിക്ക് വണ്ണം വെച്ച്. ഞാൻ ഒരു ഉടുപ്പ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത്രയും വണ്ണേ ഉള്ളായിരുന്നു. ഇപ്പം ആ ഉടുപ്പ് എനിക്ക് കയറത്തില്ല, പരുവല്ല ഉടുപ്പ്. ഒരിക്കലും ഇമ്പോസിബിൾ ആ ഉടുപ്പ്. കാരണം കുഞ്ഞിതാ ഉടുപ്പ്. ഞാൻ നഴ്സിംഗ് പഠിച്ചപ്പോൾ ടൈമിൽ തയ്പ്പിച്ച ഉടുപ്പാണ്. അവിടുത്തെ ഫങ്ഷന് വേണ്ടിയിട്ട്, ലാസ്റ്റ് ഫങ്ഷന് വേണ്ടിയിട്ട് എടുത്തത്. ആ ഉടുപ്പ് കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. കാരണം അത് നല്ല സ്കൾട്ടായപ്പെട്ടുള്ള ഉടുപ്പാണ്. അതെനിക്കിപ്പോൾ ഒന്നും എവിടെയും കയറത്തില്ല. അതെൻ്റെ കയ്യിൽ പോലും കയറത്തില്ല. ഞാൻ കാണിച്ചു തരാം.